അമേരിക്കയുടെ ഭീഷണിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സന്ദർശിച്ചിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. നേരത്തെ പുടിൻ ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും സമയം നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. 2025 ഏതെങ്കിലും ഒരു മാസമോ സമയമോ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അജിത് ഡോവലിൻ്റെ സന്ദർശനം അക്ഷരാർത്ഥത്തിൽ നയതന്ത്ര തലത്തിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. ഒരു ഭാഗത്ത് അമേരിക്ക സൗഹൃദ രാജ്യമെന്ന് പറയുകയും മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഇറക്കുമതി തീരുവ 50% ചുമത്തുകയും ചെയ്തതോടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള അമേരിക്കയുടെ നീക്കമായി ഇത് വിലയിരുത്തപ്പെട്ടു. ഇന്ത്യ റഷ്യയുമായി വലിയ തോതിൽ ആയുധ ഇന്ധന ഇടപാടുകൾ പദ്ധതികളിൽ ഏർപ്പെടുന്നു എന്നതായിരുന്നു അമേരിക്കയുടെ ആരോപണം. തുടക്കത്തിൽ റഷ്യയുമായി അമേരിക്കയും വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നും അമേരിക്കയുടേത് ഇരട്ടത്താപ്പാണെന്നും പറഞ്ഞ ഇന്ത്യ പക്ഷേ അവിടം നിർത്തിയില്ല. അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയച്ച് റഷ്യൻ പ്രസിഡന്റുമായി ചർച്ചയിൽ ഏർപ്പെടുകയും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ നടപടികൾ വിശകലനം ചെയ്യുകയും ചെയ്തതോടെ അമേരിക്ക ഇപ്പോൾ കുഴങ്ങിയ അവസ്ഥയിലാണ്. ഇതേ സമയം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശനം നടത്താനിരിക്കുകയുമാണ്. ഇന്ത്യയും ചൈനയും ബദ്ധവൈരികളെന്ന് പറയുമ്പോഴും അമേരിക്കയുടെ മുഖ്യ വ്യാപാര ശത്രു ഇന്ത്യയുമായി അടുത്താൽ അത് പുതിയ ബ്രിക്സ് നീക്കങ്ങൾക്ക് ആക്കം കൂട്ടും. നിലവിൽ ബ്രിക്സിനെ നയിക്കുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ബ്രസീലുമാണ്. ഇതിൽ അതിർത്തി പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇന്ത്യക്ക് ചൈനയുമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ സന്ദർശനത്തോടെ പുതിയ ലോക സമവാക്യത്തിലെ സാധ്യതകൾ കൂടുതൽ ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക വ്യാപാരത്തിൻ്റെ നല്ലൊരു ശതമാനവും ബ്രിക്സ് രാജ്യങ്ങളെ ചുറ്റിപ്പറ്റിയാണെന്നിരിക്കെ അമേരിക്കയുടെ തീരുവ യുദ്ധം ഇവിടെ വില പോവാനുള്ള സാധ്യതയും കുറവാണ്. മാത്രവുമല്ല, ഇന്ത്യക്കൊപ്പം 50% ചുമത്തപ്പെട്ട ബ്രസീൽ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റാവട്ടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ഇതേ സമയം തന്നെ ഫോണിൽ ആശയവിനിമയം നടത്തുകയും അമേരിക്കക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ബ്രിക്സിന്റെ നീക്കങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയായിരുന്നുവെങ്കിൽ ഇനി മുതൽ ശക്തമായ വേഗത ബ്രിക്സിന് കൈവരാൻ മാത്രമേ ട്രംപിന്റെ ഈ നീക്കങ്ങൾ സഹായിക്കുകയുള്ളൂ. ബ്രിക്സ് കറൻസി രംഗത്തിറക്കുക കൂടി ചെയ്താൽ ഡോളറിൽ വ്യാപാരം നടത്തി വന്നിരുന്ന ലോകക്രമം മാറുകയും അമേരിക്കക്ക് അത് വലിയ ആഘാതമാവുകയും ചെയ്യും. ഇത്തരം പദ്ധതികളാകും വരും ഭാവിയിൽ ഈ രാജ്യങ്ങൾ രൂപം നൽകാൻ പോവുക. മാത്രവുമല്ല, ഇന്ത്യയോട് റഷ്യയുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അമേരിക്കക്ക് കനത്ത മറുപടി തന്നെ പുടിൻ ഡോവൽ കൂടിക്കാഴ്ചയിൽ നടന്നു. ഇന്ത്യയും റഷ്യയും സ്ട്രാറ്റജിക് ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിൽ തുടരാനും S-400 പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാനും ആയുധ എണ്ണ വ്യാപാരം തുടരാനും എല്ലാമാണ് ചർച്ചയിൽ ധാരണയാകുന്നത്. ഇരു രാഷ്ട്രങ്ങളുടെയും പ്രതിരോധ സഹകരണ മേഖലകളും ചർച്ചയായി. ഏതായാലും തീരുവ കൂട്ടി ഇന്ത്യയുമായി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കാൻ ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ തയ്യാറാവാനും പാടില്ല.